കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീദുർഗായേ നമഃ. നമ്മൾ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണീ നമോസ്തുതേ എന്നാണ് ഇന്നലെ ചെയ്തത്. ഇനി നമ്മൾ ഈ സ്തുതി തുടരുകയാണ്. അത് വളരെ വിശേഷപ്പെട്ട സ്തുതി. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭപ്പാവികേ ദേവി നാരായണി നമോസ്തുതേ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ബ്രഹ്മാണി കുറേ ദേവിമാരൊക്കെ ആയിട്ട് വന്നുല്ലോ, ഒരേ ദേവി തന്നെ പലതായി വന്നുല്ലോ, നാരസിംഹി വാരാഹി അങ്ങനെ വന്നില്ല. അതിനൊക്കെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. ബ്രഹ്മാണി രൂപധാരിണി, ബ്രഹ്മാണിയുടെ രൂപം ധരിച്ച ദേവി. അപ്പോൾ ഹംസയുക്ത വിമാനസ്ഥേ, ബ്രഹ്മാണിയായിട്ട് വന്നപ്പോൾ എങ്ങനെയാണ്? അരയന്നങ്ങൾ കൊണ്ട് നടക്കണ പുഷ്പവിമാനത്തിലാണ് അല്ലേ ഇരുന്നത്. ബ്രഹ്മാണിയായിട്ട് വന്നപ്പോൾ അരയന്നങ്ങളാൽ വഹിക്കപ്പെട്ട പുഷ്പവിമാനത്തിൽ ഇരുന്ന ഹേ ദേവി കൗശാംഭപ്പാവികേ. അതായത് കശ എന്ന് പറഞ്ഞാൽ ആ കശ എന്നുള്ള പുല്ലിട്ടിട്ട് മന്ത്രം കൊണ്ട് ജപിച്ച് സകലരെ ആ ജലം കൊണ്ട്, മന്ത്രം കൊണ്ട് ജപിച്ച ജലം കൊണ്ട് എല്ലാവരെയും പരിശുദ്ധയാക്കുന്ന ഹേ ദേവി കൗശാംബ പാവികെ. പാവികെ പറഞ്ഞാൽ പരിശുദ്ധമാക്കുന്ന. അതായത് ഈ ഈ വെള്ളത്തിൽ ആ കുശപ്പുല്ലിട്ടിട്ട്, കശല്ല കേട്ടോ, കുശാണ്, തെറ്റി പറഞ്ഞതാണ്. അതായത് വെള്ളത്തിൽ കുശപ്പുല്ലിട്ടിട്ട് പവിത്രമാക്കിയ ആ വെള്ളം കൊണ്ട് എല്ലാവരെയും പരിശുദ്ധമാക്കുന്നവളെ എന്നാണ് കൗശാംഭ പാവികേ ദേവി എന്നുള്ളതിൻ്റെ അർത്ഥം കേട്ടോ. അതായത് കുശപ്പുല്ല് ഇട്ട് പരിശുദ്ധമാക്കിയ ജലം കൊണ്ട്, മന്ത്രം ജപിച്ച് പരിശുദ്ധമാക്കിയിട്ടുള്ള തീർത്ഥം പോലുള്ള ജലം കൊണ്ട് എല്ലാവരെയും പരിശുദ്ധീകരിക്കുന്ന ഹേ ദേവി നാരായണി തേ നമഃ അസ്തു. അല്ലയോ നാരായണി ദേവി, അവിടേക്ക് നമസ്കാരം. അപ്പം ഇതിൽ ബ്രഹ്മാണി രൂപിണിയായിട്ട് വന്നിട്ടുള്ള ദേവിയെ നമസ്കരിക്കുകയാണ്. പല രൂപത്തിൽ വന്നിട്ട് രക്ഷിച്ചുല്ലോ അവരെ, അസുരന്മാരെ വധിച്ചിട്ടേ. അപ്പം ബ്രഹ്മാണിയായിട്ടുള്ള വന്നിട്ട് എങ്ങനെ പരിയന്നങ്ങളാൽ വഹിക്കപ്പെട്ട പുഷ്പവിമാനത്തിൽ ബ്രഹ്മാണി രൂപിണിയായി വന്ന ഹേ കൗശാംബേ, എല്ലാവരെയും പരിശുദ്ധമാക്കുന്ന ഹേ നാരായണി ദേവി നമസ്കാരം. ഇനി അടുത്തത് ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭ പാവികേ ദേവി നാരായണി നമോസ്തുതേ. ഇനി 13. ത്രിശൂലചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ഇനി മാഹേശ്വരി അല്ലേ, മഹേശ്വരൻ്റെ ശക്തി ആർജിച്ച് വന്ന ദേവിയാണല്ലോ മാഹേശ്വരി. അപ്പോൾ മാഹേശ്വരി സ്വരൂപേണ എങ്ങനെ വന്നത്? മാഹേശ്വരി സ്വരൂപിണിയായിട്ട് എങ്ങനെ വന്ന? ത്രിശൂലചന്ദ്രാഹിധരെ, ത്രിശൂലം, ചന്ദ്രക്കല, അതൊക്കെ അഹിയുണ്ട്, പാമ്പ് ഒക്കെ ധരിച്ചിട്ടുള്ളവൾ ശിവൻ്റെ അതേപോലെ ത്രിശൂലവും ചന്ദ്രക്കലയും പാമ്പിനെയും ധരിച്ച് മാഹേശ്വരി രൂപിണിയായി വന്ന ഹേ ദേവി മഹാവൃഷഭവാഹിനി. എന്താണ് വാഹനം? മഹാവൃഷഭം, കാള. അങ്ങനെ മഹാവൃഷഭം വാഹനമായിട്ട് വന്ന ഹേ ദേവി നാരായണി തേ നമോസ്തുതേ. അപ്പോൾ ആദ്യത്തെ ബ്രഹ്മാണി രൂപിണിയായിട്ട് വന്ന ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. ഇതിൽ മാഹേശ്വരി രൂപിണി ആയിട്ട് വന്നത്, അതായത് മാഹേശ്വരി ദേവിയായിട്ട് ശിവൻ്റെ എല്ലാ ചന്ദ്രക്കലയും ത്രിശൂലവും പാമ്പും ഒക്കെ അണിഞ്ഞും കൊണ്ട് വന്ന ആ ദേവി എങ്ങനെ? വൃഷഭവാഹനത്തിൽ വന്ന ദേവിയായിട്ടുള്ള നാരായണി നമോസ്തുതേ. ത്രിശൂലചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ഇനി
മയൂരകുക്കുടയുതേ മഹാശക്തിധരേ നഖേ കൗമാരീരൂപസംസ്ഥാനേ നാരായണി നമോസ്തുതേ. ഇനി കൗമാരിയായിട്ട് കൗമാരി സ്വരൂപിയായി കൗമാരി രൂപിണിയായി വന്നവളെ, അപ്പോൾ എങ്ങനെ മയൂരകുക്കുടയുതേ, മയിലാണ് വാഹനം അല്ലേ സുബ്രഹ്മണ്യ സ്വാമിയുടെ. അപ്പോൾ കൗമാരിയായി വരുമ്പോൾ മയിൽ ആകുന്ന വാഹനത്തോടും, പിന്നെ കുക്കുടം ഇതേച്ചാൽ എന്താ, കുക്കുടം വെച്ചാൽ കോഴിയുടെ അടയാളം, കൊടിയടയാളത്തിൽ ഉള്ളവളും ആയ ദേവിയെ മഹാശക്തിധരേ, അതായത് വേല് ധരിച്ചവളെ, വാഹനം അല്ല ആയുധം സുബ്രഹ്മണ്യ സ്വാമിയുടെ വേലാണല്ലോ, അതാണ് ശക്തി. അനഘേ, അതായത് ഒരു പാപവും ഇല്ലാത്തവളെ, അഖമില്ലാത്തവളെന്ന്, അതായത് നിർദോഷയായിട്ടുള്ളവളെ നാരായണീ തേ നമഃ അസ്തു. അപ്പം ഇതിൽ ആരെയാണ്? കൗമാരി സുബ്രഹ്മണ്യ സ്വാമിയുടെ ശക്തി ആർജിച്ച് വന്ന ദേവിയാണ്. അതായത് മയിലാണ് വാഹനം, കൊടിയുമ്പിൽ കുക്കുടാണ്, പിന്നെയോ കയ്യിൽ വേലാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനത്തെ അനഘയാണ്, പാപമില്ലാത്തവളാണ്, നിർദോഷയായിട്ടുള്ള അങ്ങനത്തെ ഹേ നാരായണി നമോസ്തുതേ. മയൂരകുക്കുടയുതേ മഹാശക്തിധരേ നഖേ കൗമാരീരൂപസംസ്ഥാനേ നാരായണി നമോസ്തുതേ. ശംഖചക്രഗദാശാർംഗഗൃഹീതപരമായുധേ പ്രസീദ വൈഷ്ണവീരൂപേ നാരായണി നമോസ്തുതേ. ഈ വൈഷ്ണവി ദേവി ആയിട്ട് എങ്ങനെ വന്നത്? ശംഖചക്രഗദാശാർംഗഗൃഹീതപരമായുധേ, അങ്ങനെയാണ് വൈഷ്ണവി ദേവിയായിട്ട് വന്നതല്ലേ. ഹേ വൈഷ്ണവി രൂപേ എങ്ങനെ വന്നു? ശംഖ, ചക്ര, ഗദ, ശാർംഗം എന്നിട്ടുള്ള ആയുധങ്ങളൊക്കെ ധരിച്ച് വൈഷ്ണവി രൂപേണ വർത്തിക്കുന്ന ഹേ ദേവി പ്രസീദ, പ്രസാദിച്ചാലും നാരായണീ തേ നമഃ അസ്തു, അല്ലയോ നാരായണി ദേവിക്ക് നമസ്കാരം. അപ്പോൾ വൈഷ്ണവി ദേവിയായിട്ട് വിഷ്ണുവിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് പിന്നെന്താണ് അങ്ങനെ വന്ന ദേവി പ്രസാദിച്ചാലും, പ്രസീത എന്ന് പറഞ്ഞ പ്രസാദിച്ചാലും അങ്ങനത്തെ ദേവിക്ക് നമസ്കാരം. ശംഖചക്രഗദാശാർംഗ ഗൃഹീത നരയ പരമായുധേ പ്രസീദ വൈഷ്ണവീ രൂപേ നാരായണി നമോസ്തുതേ. ഇനി ഗൃഹീതോഗ്രമഹാവക്ത്രേ ദംഷ്ടോദ്ധതവസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. ഈ വാരാഹി, അതായത് വരാഹാവതാരത്തിൻ്റെ നിന്നുള്ള ശക്തി ആർജിച്ച് വാരാഹിയായിട്ട് അല്ലെങ്കിൽ വരാഹരൂപിണിയായിട്ടുള്ള വന്ന ദേവിയോടാണ് പറയണത്. വരാഹരൂപത്തിൽ വന്നിരിക്കുന്നവളെ. അപ്പോൾ എന്താണ്? ഗൃഹീതോഗ്ര മഹാവക്ത്രേ. അപ്പോൾ വാരാഹി ദേവി ആകുമ്പോൾ എങ്ങനെയാണ്? വലിയ വായ, അതാണ് എന്താ പറയുക, ഗൃഹീതോഗ്ര മഹാവക്ത്രേ. അപ്പോൾ ഈ ഭൂമിയെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് അത്ര വലുതായില്ലോ. അപ്പോൾ വലിയ വായാണ്, ഉഗ്രവും വലുതുമായിട്ടുള്ള വായയോട് വക്ത്രത്തോടു കൂടിയവളെ, മുഖമെന്നും വായ എന്നും പറയാം. ദംഷ്ടോദ്ധിത വസുന്ധരേ, തേറ്റ കൊണ്ട് വസുന്ധര പറഞ്ഞ ഭൂമിയെ ഉദ്ധരിച്ച ഹേ വാരാഹി ദേവി അല്ലേ. തേറ്റേമ്പിൽ പിന്നെ ഭൂമിദേവിയെ വെച്ചിട്ടല്ലേ പൊങ്ങി വന്നത് വരാഹാവതാരത്തിൽ ഭഗവാൻ. അതുകൊണ്ടാണ് വാരാഹി ദേവി അതുപോലെയാണ് ഇരിക്കണത്. കണ്ട തേറ്റ കൊണ്ട് ധരണിയെ ഉദ്ധരിച്ച വാരാഹി രൂപിണിയെ ശിവേ മംഗളം നൽകുന്നവളെ നാരായണി തേ നമോസ്തു, അല്ലയോ നാരായണി അവിടേക്ക് നമസ്കാരം. അപ്പോൾ ഇതിൽ വാരാഹി രൂപിണിയായിട്ടുള്ള ദേവിയെ നമസ്കരിക്കുകയാണ്. വലിയ മുഖത്തോടും വായയോടും കൂടിയിട്ട് പിന്നെ എന്താണ് ഉള്ള സ്വരൂപമാണ് സ്വീകരിച്ചിരിക്കണം അല്ലേ. വളരെ മംഗളപ്രദായിനിയാണ്. ഭൂമിദേവിയെ തേറ്റയിൽ കൊണ്ടുവന്ന വരാഹത്തിൻ്റെ ശക്തിയോടുകൂടി വന്ന വാരാഹി ദേവിക്ക്, നാരായണി ദേവിക്ക് നമസ്കാരം. ഗൃഹീതോഗ്രമഹാവക്ത്രേ ദംഷ്ടോദ്ധതവസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. ഇനി നരസിംഹം, നാരസിംഹി എന്ന് നമ്മൾ പറഞ്ഞുല്ലോ.
നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണമഹിതേ നാരായണി നമോസ്തുതേ. ഉഗ്രേണ നൃസിംഹരൂപേണ, അതായത് വളരെ ഉഗ്രമായിട്ടുള്ള നരസിംഹരൂപം എടുത്തിട്ട് ദൈത്യാൻ ഹന്തും കൃതോദ്യമേ, അസുരന്മാരെ നിഗ്രഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഹേ ദേവി, ത്രൈലോക്യത്രാണമഹിതേ, ഈ മൂന്ന് ലോകത്തിനെയും പരിപാലിക്കാൻ ഉള്ള ആഗ്രഹത്തോടു കൂടിയ ഭഗവതിയെ നാരായണീ തേ നമഃ അസ്തു. അങ്ങനെയാണ് ഈ ത്രിലോക പാലനം ചെയ്യോണ്ട് എല്ലാവരും ദേവിയെ പൂജിക്കുകയാണ്. ത്രൈലോക്യത്തിനെ മുഴുവൻ പാലിക്കുന്നവളാണ്. അങ്ങനത്തെ ദേവിക്ക് നമസ്കാരം. അപ്പം നാരസിംഹിയാണ് കേട്ടോ. അത് നൃസിംഹരൂപത്തിൽ ഈ ദൈത്യന്മാരെ കൊല്ലാൻ പുറപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഭാവത്തിലുള്ള ദേവിക്ക് നമസ്കാരം. മാത്രമല്ല ഈ ത്രിലോകത്തിനെ മുഴുവൻ പാലിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണമഹിതേ, ത്രൈലോക്യം മുഴുവൻ രക്ഷിക്കണു എന്നുള്ള മഹിമയോടുകൂടിയവളെ നാരായണി നമോസ്തുതേ. ഇനി കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തുതേ. ഐന്ദ്രി ആരാണ്? ഇന്ദ്രാണി. ഇന്ദ്രൻ്റെ ശക്തിയോടുകൂടി വന്ന ദേവിയാണ് ഇന്ദ്രാണി അല്ലേ? അതാണ് ഐന്ദ്രി. ഇന്ദ്രൻ്റെ ശക്തിയോടുകൂടി വന്ന കിരീടിനി, കിരീടൻ്റെ മഹാവജ്രം. ഇന്ദ്രൻ്റെ ആയുധം എന്താ? വജ്രായുധമുണ്ട്. വജ്രായുധം ധരിച്ച ഹേ ദേവി സഹസ്രനയനോജ്വലെ, 1000 കണ്ണുകൊണ്ട് ശോഭിക്കുന്നവളും. ഇന്ദ്രൻ അങ്ങനെയാണല്ലോ. ഇന്ദ്രൻ അപ്പോൾ 1000 കണ്ണുകൊണ്ട് ശോഭിക്കുന്ന ഹേ ദേവി വൃത്രപ്രാണഹരേ, വൃത്രാസുരൻ്റെ പ്രാണനെ ഹരിച്ച ആളാണല്ലോ ഇന്ദ്രൻ. ആ ഇന്ദ്രാണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വൃത്രൻ്റെ പ്രാണനെ ഹരിച്ചവളെ നാരായണി തേ നമഃ അസ്തു. അല്ലയോ നാരായണി. ഇത് ഇന്ദ്രാണിയായിട്ടാണ് ഇതിൽ പ്രാർത്ഥിച്ചത്. കിരീടവും വജ്രായുധവും 1000 കണ്ണുകളും ഉള്ള ഇന്ദ്രാണി ദേവി ആയിട്ട് വന്ന വൃത്രനെ കൊന്ന ആ ഇന്ദ്രാണി ദേവി ആയിട്ടുള്ള നാരായണി ദേവിക്ക് നമസ്കാരം. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തുതേ. ഇനി അടുത്തത് ശിവദൂതി സ്വരൂപേണ ഹതദൈത്യമഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. ഇനി ശിവദൂതികളുടെ രൂപമെടുത്തിട്ട്, അതായത് ശിവദൂതി സ്വരൂപേണ, ശിവദൂതിയുടെ രൂപമെടുത്ത് ഹതദൈത്യ മഹാബലേ, അതായത് എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ച എന്താണ് മഹാബലേ, അതിശക്തമായിട്ടുള്ള ബലത്തോടു കൂടിയവ, ഘോരരൂപേ, ഭീകരമായ ആകാരം എടുത്തവളുമായ ഹേ ദേവി മഹാരാവേ, വലിയ ആരവത്തോടെ, എന്താ വലിയ ശബ്ദവും ഭീകരമായിട്ടുള്ള ആകാരവും ആയിട്ട് വന്നിട്ട്, വലിയ ശബ്ദമായിട്ട് വന്ന് അട്ടഹാസിച്ചു കൊണ്ട് വന്ന ഹേ ദേവി നാരായണീ തേ നമഃ അസ്തു. ശിവദൂതിയായിട്ട് വന്നിട്ട് എല്ലാ ദൈത്യന്മാരെയും നിഗ്രഹിച്ച അതിശക്തിശാലിനിയായിട്ടുള്ള ഘോരരൂപയായിട്ടുള്ള വലിയ ശബ്ദത്തോടു കൂടിയിട്ടുള്ള അട്ടഹാസത്തോടു കൂടിയ ഹേ നാരായണി, അവിടേക്ക് നമസ്കാരം. ശിവദൂതി സ്വരൂപേണ ഹതദൈത്യമഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. ആരവം, മഹാരവം അട്ടഹസിച്ചും കൊണ്ട് നമ്മളതൊക്കെ കണ്ടുല്ലോ യുദ്ധത്തിൽ. ഇനി 20 ദംഷ്ട്രാകരാളവദനേ ശിരോമാലാവിഭൂഷണേ ചാമുണ്ടേ മുണ്ടമഥനേ നാരായണി നമോസ്തുതേ. ഭീകരമായിട്ടുള്ള രൂപത്തിലുള്ള ദേവിയും നമസ്കരിക്കുന്നുണ്ട് കേട്ടോ. ദംഷ്ട്രാകരാളവദനേ, ദംഷ്ട്രകൾ കൊണ്ട്
പേടിയാവുന്ന മുഖത്തോടു കൂടിയ ഭദ്രകാളി സ്വരൂപിണിയായിട്ടുള്ള ദേവി ശിരോമാല വിഭൂഷണേ. എന്താണ് ഈ തലയോട്ടി കൊണ്ടുള്ള മാല അണിഞ്ഞവളെ, ചാമുണ്ടേ, ഈ മുണ്ടന്മാരെ നശിപ്പിച്ചവളെ, മുണ്ടനെ അതാണല്ലോ ചണ്ടനെയും മുണ്ടനെയും, ചാമുണ്ടേ, മുണ്ടാസുര മർദിനി, ചാമുണ്ടി അല്ല എന്താണ് മുണ്ടനെയും ചണ്ടനെയും ഒക്കെ കൊന്നതാണല്ലോ. അങ്ങനത്തെ നാരായണി തേ നമഃ അസ്തു, അല്ലയോ നാരായണി അവിടേക്ക് നമസ്കാരം. ആ ഭീകരമായിട്ടുള്ള രൂപമാണ് അതിൽ പറയുന്നത്. തലയോട്ടി കൊണ്ടുള്ള മാലയൊക്കെ ഇട്ടിട്ടേ, അതാണ് ദംഷ്ട്രാകരാളവദനെ. അതായത് ദംഷ്ട്രകൾ കൊണ്ട് വളരെ ഭീകരമായ മുഖത്തോടു കൂടിയ ഭദ്രകാളി സ്വരൂപിണിയാണല്ലോ. എങ്ങനെയാ? ശിരോമാല അല്ലേ, ഈ കപാലമാല ഇട്ടവളെ, ചണ്ടമുണ്ടന്മാരെ ഹനിച്ചവളെ, അല്ലയോ നാരായണി അവിടത്തേക്ക് നമസ്കാരം. ദംഷ്ട്രാകരാളവദനേ ശിരോമാല വിഭൂഷണേ ചാമുണ്ടേ മുണ്ടമഥനേ നാരായണി നമോസ്തുതേ. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടേ സുധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. ലക്ഷ്മിയായിട്ട് അല്ലേ, ശ്രീ ഭഗവതിയായിട്ടുള്ള രൂപത്തിലുള്ള വർത്തിക്കുന്ന, അതും ഭഗവതി തന്നെയാണല്ലോ. മഹാലക്ഷ്മി രൂപത്തിലുള്ള ഹേ ഭഗവതി ലജ്ജാസ്വരൂപിണി. ലജ്ജ എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ലജ്ജ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ലജ്ജല്ല, ലോകാപവാദത്തിനെ ഭയന്നിട്ട് അതിന് വിപരീതമായിട്ടൊന്നും ചെയ്യാത്തത്. അതായത് അധർമ്മം ചെയ്യാൻ ലജ്ജയുള്ളവളാണ് ഇവിടെ അർത്ഥട്ടോ. അതാണ് ലജ്ജാസ്വരൂപിണി. അരുതാത്ത ചെയ്യാനുള്ള ലജ്ജ, അതിനാണ് ലജ്ജാസ്വരൂപിണി. അപ്പം മഹാലക്ഷ്മി സ്വരൂപിണി, ലജ്ജാസ്വരൂപിണി, മഹാവിദ്യേ, അതായത് വിദ്യാസ്വരൂപിണി ആയിട്ടുള്ള ദേവി, ശ്രദ്ധേ, എല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്യാൻ എല്ലാവർക്കും ശക്തി തരുന്ന ശ്രദ്ധാസ്വരൂപിണിയായിട്ടുള്ള ദേവി, മഹാമായേ, ഈ മഹാമായ സ്വരൂപിണി, പുഷ്ടേ, അതായത് വളരെ സമൃദ്ധമായിട്ട് വാഴുന്നവളെ, അതായത് സമൃദ്ധിയെ കാണിക്കുന്നതാണ് പുഷ്ടി. അപ്പോൾ പുഷ്ടി സമൃദ്ധി രൂപേണ വർത്തിക്കുന്നവളെ, സുധേ അമൃതസ്വരൂപിണി, ധ്രുവേ നിത്യം ആയിട്ടുള്ളവളെ, നിത്യസ്വരൂപിണി, മഹാമാത്രി, അതായത് മഹാരാത്രി, അതായത് പിന്നെ പ്രളയം കഴിഞ്ഞ രാത്രിയിലെ പ്രളയസ്വരൂപിണി നാരായണി തേ നമഃ അവിടത്തേക്ക് നമസ്കാരം. അതായത് എല്ലാം ഭഗവതിയാണ്. നല്ലത് നമ്മൾ കാണുന്നതും ചീത്ത കാണുന്നതും ഒക്കെ എല്ലാ ശക്തിയും ആ ശക്തി തന്നെയാണെന്ന് പറയുകയാണ്. അതിന് മുമ്പ് പറഞ്ഞല്ലോ കരാളായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒക്കെ. ഇപ്പം നോക്കൂ, ലക്ഷ്മി സ്വരൂപിണി, ലജ്ജാസ്വരൂപിണി, അതായത് അധർമ്മം ചെയ്യാൻ ലജ്ജയുള്ളത്. അപ്പോൾ ലക്ഷ്മി സ്വരൂപിണി, ലജ്ജാസ്വരൂപിണി, വിദ്യാസ്വരൂപിണി അല്ലേ, ശ്രദ്ധാസ്വരൂപിണി, മഹാമായ, പുഷ്ടിസ്വരൂപിണി, പിന്നെയോ അമൃതസ്വരൂപിണി, നിത്യസ്വരൂപിണി, പ്രളയസ്വരൂപിണി ഒക്കെയാണ്. അങ്ങനത്തെ നാരായണീ ദേവിക്ക് നമസ്കാരം. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടേ സുധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. മേധേ സരസ്വതി ശിവേ ഭൂതിദായിനി താമസി നിയതത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. പിന്നെയോ മേധാസ്വരൂപിണിയാണ്. അതായത് എല്ലാം പഠിച്ച് അതിന്ന് വേണ്ടത് മാത്രം സ്വീകരിച്ച് അതിനെ പിന്നെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ബുദ്ധിയാണ് മേധ എന്ന് പറഞ്ഞല്ലോ. ആ മേധാസ്വരൂപിണിയാണ്, സരസ്വതിയാണ്, വാഗ്ദേവതയാണ്, ശിവ എല്ലാവർക്കും മംഗളം നൽകുന്നവളാണ്, ഭൂതിദായിനി സമ്പൽപ്രദായിനിയാണ്, താമസി അതായത് അജ്ഞാനം ആയിട്ട്, അതായത് പലരിലും താമസസ്വരൂപിണിയായിട്ട് വർത്തിക്കുന്നു, അജ്ഞാനസ്വരൂപിണിയായിട്ട് വർത്തിക്കുന്നു. ജ്ഞാനസ്വരൂപിണിയാണ്, അജ്ഞാനസ്വരൂപിണിയാണ്. ഈശേ ത്വം നിയതം പ്രസീത പരമേശ്വരി, അവിടുന്ന് എന്നും ഞങ്ങളിൽ പ്രസാദിക്കണമേ. നിയതം പ്രസീത, അങ്ങനെയൊക്കെയുള്ള പരമേശ്വരി ഞങ്ങളിൽ എന്നും പ്രസാദിക്കണമേ. നാരായണീ തേ നമഃ. അതാണ് അതിലിപ്പോൾ എന്താ അറിയോ, മേധാസ്വരൂപിണി, വാക്സ്വരൂപിണി, വാഗ്ദേവത, മേധാസ്വരൂപിണി, വാക്സ്വരൂപിണി, ശിവ മംഗളസ്വരൂപിണി,
പിന്നെയോ സമ്പത് പ്രദായിനി, ഭൂതിദായിനി, താമസി, അതായത് താമസ രൂപത്തിലുള്ള താമസം, അതായത് അജ്ഞാനം ജനിപ്പിക്കുന്ന അജ്ഞാനസ്വരൂപിണി, അങ്ങനെ എല്ലാമുള്ള ഹേ പരമേശ്വരി ഞങ്ങളിൽ പ്രസാദിച്ചാലും ഹേ നാരായണി നമോസ്തുതേ. മേധേ സരസ്വതി ശിവേ ഭൂതിദായിനി താമസി നിയതത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. ഇനി അടുത്തത് സർവദ പാണിചരണേ സർവതോക്ഷിശിരോ മുഖേ സർവത ശ്രവണഘ്രാണേ നാരായണി നമോസ്തുതേ. സർവതോക്ഷിശിരോ മുഖേ, അതായത് എല്ലാ ദിക്കിലും കണ്ണ്, സർവത അക്ഷി അല്ലേ, എല്ലാ ദിക്കിലും കണ്ണുകളും മുഖങ്ങളും ഉള്ളവളെ, അതായത് ഭഗവതി എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ദിക്കിലും കണ്ണും മുഖം ഉണ്ട പറയാം. സർവത ശ്രവണഘ്രാണേ, എല്ലാ ദിക്കിലും ചെവിയും, അതായത് കേൾക്കാൻ, ശ്രവണത്തിന് കേൾക്കാൻ കാതും മൂക്കും ഉള്ളവളെ, ഘ്രാണിക്കാനേ, കേൾക്കാൻ കാത് വേണം, ചെവി വേണം, പിന്നെ വാസനിക്കാൻ മൂക്ക് വേണമല്ലോ. അപ്പോൾ എല്ലാ ദിക്കിലും കാതും മൂക്കും ഉള്ള ഹേ ദേവി സർവത പാണിചരണേ, എല്ലാ ദിക്കിലും കയ്യും കാലും ഉള്ള, അതായത് എന്താണ്, വിശ്വസ്വരൂപിണിയാണല്ലോ. നാരായണീ തേ നമഃ, അല്ലയോ നാരായണി അവിടേക്ക് നമസ്കാരം. അപ്പോൾ ഇതിൽ വിരാട് സ്വരൂപിണിയായിട്ട് തന്നെ പറയണേ, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയായിട്ടാണ് ഇതിൽ പറയണത്. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ ദിക്കിലും കണ്ണും മൂക്കും എന്താണ് കയ്യും കാലും ഒക്കെ ഉണ്ടാ പറയണത്. എൻ്റെ അർത്ഥം എന്താ, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വാകാര സ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതാണ് സർവതോക്ഷി ശിരോമുഖ എന്ന് പറഞ്ഞാൽ. എല്ലാ ദിക്കിലും കണ്ണും മുഖങ്ങളും ഉള്ള ഹേ ദേവി, എല്ലാ ദിക്കിലും ചെവികളും മൂക്കും ഉള്ള ഹേ ദേവി, എല്ലാ ദിക്കിലും കയ്യും കാലും ഉള്ള ഹേ ദേവി നാരായണി, അവിടുത്തേക്ക് നമസ്കാരം. അതായത് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ ദേവിക്ക് നമസ്കാരം. സർവത പാണിചരണേ സർവതോക്ഷിശിരോ മുഖേ സർവത ശ്രവണഘ്രാണേ നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗാദേവി നമോസ്തുതേ. പിന്നെയോ സർവസ്വരൂപേ, എല്ലാറ്റിൻ്റെയും സ്വരൂപമായി വർത്തിക്കുന്ന ഹേ ദേവി, സർവേശ എല്ലാവരുടെയും ഈശ്വരിയായിട്ടുള്ള ദേവി, സർവശക്തി സമന്വിതേ എല്ലാ ശക്തികളുടെയും ഒരു സമന്വയമായിട്ടുള്ള ഹേ ദേവി, ന ഭയേഭ്യഃ ത്രാഹി ഞങ്ങളെ, നഹ എന്ന് പറയുമ്പോൾ വിസർഗം ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ അല്ലയോ ദേവി ഞങ്ങളെ ഭയേഭ്യഃ ത്രാഹി ഭയങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും, എല്ലാതരം ഭയങ്ങളിൽ നിന്നും, ഭവഭയമാണെങ്കിലും സകല ഭയങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, മരണഭയമാണെങ്കിൽ എന്തായാലും. ദുർഗാദേവി തേ നമഃ അസ്തു, അല്ലയോ ദുർഗാദേവി അവിടേക്ക് നമസ്കാരം. അതായത് എല്ലാ സ്വരൂപ കാണുന്നത് മുഴുവൻ ഭഗവതിയാണെന്നാണ് പറയുന്നത്. സർവസ്വരൂപ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാണുന്നത് മുഴുവൻ ഭഗവതിയുടെ അംശം, ഭഗവതി തന്നെയാണെന്ന് പറയുകയാണ്. സർവസ്വരൂപേ എല്ലാ ദിക്കിലും കാണുന്ന മുഴുവൻ അങ്ങനെയുള്ള ഭഗവതി, എല്ലാവരുടെയും ഈശ്വരി, എല്ലാ ശക്തികളും സമന്വയിപ്പിച്ചവളെ, എല്ലാ ശക്തികളുടെയും സമന്വയമായവളെ ഹേ ദേവി ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിച്ചാലും ദുർഗാദേവിക്ക് അവിടുത്തേക്കായി നമസ്കാരം എന്നാണ് ഇതിൽ പറഞ്ഞത് അല്ലേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗാദേവി നമോസ്തുതേ. ഇതും കൂടി നമുക്ക് 25 കൂടി വായിച്ച് നിർത്താം, ചെയ്ത് നിർത്താം. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭീതിഭ്യ കാർത്യായനി നമോസ്തുതേ. തേ ഏതദ്വദനം, അവിടുത്തെ ഈ ഒരു തിരുമുഖം, നഹ സർവഭീതിഭ്യ പാതു ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ എന്ന്. ഭഗവതിയുടെ ആ തിരുമുഖം അത്ര ഒരു
മംഗളസ്വരൂപിണിയായിട്ടുള്ള ആ ദേവിയുടെ തിരുമുഖം ഞങ്ങളെ എല്ലാ സമയത്തും ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. നഹ സർവഭീതിഭ്യ പാതൂന, പാതൂച്ച രക്ഷിച്ചാലും എല്ലാ ഭയങ്ങളിൽ നിന്നും. സൗമ്യം, സൗമ്യമാണ്, അതാണ് അതിൽ പറയുന്നത്. ഏതത്തെ വദനം സൗമ്യം, വളരെ സൗമ്യമായിട്ടുള്ള മുഖമാണല്ലോ ദേവിയുടെ. സൗമ്യമായിട്ടുള്ള ആ മുഖം, ലോചനത്രയഭൂഷിതം, 3 തൃക്കണ്ണുകൾ കൊണ്ട് വളരെയധികം ഭംഗിയുള്ളത്. അങ്ങനെയുള്ള ആ ശ്രീമുഖം ഞങ്ങളെ കാത്തരുളട്ടെ. കാർത്യായിനി തേ നമഃ അസ്തു. അല്ലയോ കാർത്യായനി ദേവി, അവിടേക്ക് നമസ്കാരം. അതാണ് പറയുന്നത്. പിന്നെ ദേവിയുടെ ഈ സൗമ്യമായിട്ടുള്ളതും 3 കണ്ണുകളോട് കൂടിയതും ആയിട്ടുള്ള ഈ തിരുമുഖം ഞങ്ങളുടെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുമാറാകട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. കാർത്യായിനി, അവിടത്തേക്കായി നമസ്കാരം. അപ്പം അതും കൂടി ചൊല്ലി നമുക്കിന്ന് നിർത്താം. ഏതത്തെ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭീതിഭ്യ കാർത്യായനി നമോസ്തുതേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമഃ.